നമസ്കാരം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കേട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മളെ രേണുസുതിയെക്കുറിച്ചാണ്. ആ കൊച്ചി എൻ്റെ ആരുമല്ല, ഞാൻ അതിൻ്റെ ആരുമല്ല, അത് എൻ്റെ നാട്ടുകാരി പോലുമല്ല. അതിനെ ഒരുപാട് പേര് എടുത്തിട്ട് അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ രണ്ട് വാക്ക് പറയാനായിട്ട് വന്ന് ഒരു 2-3 വീഡിയോ അതിന് വേണ്ടിയിട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് എന്നെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എൻ്റെ ഒന്നും ഒരു കാര്യങ്ങളുമില്ല. അവരവർ ജോലി ചെയ്ത് അവരവർ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അവരെപ്പോലൊരു യൂട്യൂബറാണ് നമ്മളൊക്കെ. അപ്പം അതതിൻ്റെ പാട്ടിന്. ഇപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ വായി വരുന്ന തോന്നിയാസങ്ങളൊക്കെ പറയുന്നതിന് ഒരു പരിധിയില്ല. അത് ഗൾഫിൽ പോയതിന് ഇപ്പോൾ ബാറിൽ ഡാൻസ് കളിക്കാൻ പോയെന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ വീഡിയോ ഇടുന്നു. അത് ബാറിൽ ഡാൻസ് കളിക്കാനൊന്നും പോയതല്ല. നമ്മൾ ആ വീഡിയോസ് കണ്ട് ഒരുപാട് ഫാമിലികളൊക്കെ ഇരുന്നാണ് അതൊക്കെ കാണുന്നത്. അത്രയും ഫാമിലികൾ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രവർത്തനങ്ങൾ കാണിക്കാനാണ്? പറയുമ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും വേണം വന്നിരുന്ന് തോന്നിവാസം പറയാം. മനസ്സിലായോ? അവരുടെ ഭാഗത്തുനിന്ന് ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരാളെ ഇട്ടങ്ങ് തോന്നിയാസം പറയല്ലോ. തോന്നിയാസം പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടാ? ഒരു പ്രയോജനവും ഇല്ല. അവർ കണ്ട ദുബായിൽ പോയി കിടന്ന് കാശുണ്ടാക്കുന്നു, അതാണ് മിടിക്കും. മനസ്സിലായ? അവരാരെയും മൈൻഡ് ചെയ്യത്തില്ലെന്നറിയില്ല. പിന്നെ ഈ നെഗറ്റീവ് ഇട്ടിട്ട് വരണ്ട പറയുന്നത്. ഇനിയിപ്പം എന്തായാലും ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ അഭിനയിച്ച് കാശുണ്ടാക്കുന്നത്. ബിഗ് ബോസിൽ പോയിട്ട് ആഹാരത്തിനായാലും അതിനായാലും ഇതിനായാലും ചുമ്മാ അങ്ങ് അടിയും വഴക്കും പ്രശ്നങ്ങളും നാരത്തരാണ് അതിനകത്ത് നടക്കുന്നത്. അത്രയും അതിനെക്കാട്ടി എത്രയോ ഭേദമാണ് രേണുസുതി ചെയ്യുന്ന ഓരോ വീഡിയോസുകളായാലും. ഇപ്പോൾ ദുബായ് വരെ പോയി നിൽക്കുകയാണ്. ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ടവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? രേണുസുതിയുടെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്തിന് ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞ് നടന്നിട്ട് വീണ്ടും നെഗറ്റീവ് ഇട്ടപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയണ്ട. ആദ്യമൊക്കെ ഡാൻസ് കളിക്കാനേ അറിയത്തില്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നു. ഇതാ പറയുന്നത്. ആരും ഒന്നും വയറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നതല്ല. മനസ്സിലായോ? കൊമ്മാളിത്തരം കാണിക്കുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, എന്തിനു കൊള്ളാം, പല്ല് തള്ളി ഇരിക്കുന്നു, എലിക്കുഞ്ഞിൻ്റെ അണക്കിരിക്കുന്നു, പട്ടിക്കുഞ്ഞിൻ്റെ അണക്കിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കമൻ്റ് ഇട്ടിട്ട് അവളിത് വല്ലതും മൈൻഡ് ചെയ്തോ? ഇല്ല. അവൾ ഉയരങ്ങളിലോട്ട് പോയി, ഉയരത്തിൽ നിൽക്കുകയാണ്. മനസ്സിലാണോ? അപ്പോൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ എന്തിനിങ്ങനെ പുറക്കാണത്? ഈ നെഗറ്റീവ് ഇട്ടവരെ പുറക്കെ അവരെ ഇങ്ങനെ ശല്യം ചെയ്യാൻ നടക്കുന്നു. ഇത് വേറെ ഒരു ജോലിയില്ലേ? നെഗറ്റീവ് ഇടുന്നവർ എന്താണെന്നറിയുമ്പോൾ നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോൾ ഒരു നാട്ടിൽ ഏത് നാട്ടിലായാലും കുറേ എണ്ണം കാണും. ഒരു മനുഷ്യൻ നന്നാവുന്ന കാണുമ്പോൾ അവരെ ഓരോന്ന് പറയാനായിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്താൽ 10 കാശ് നമ്മുടെ കയ്യിൽ വന്ന് അയലത്തുള്ളവർക്ക് ഇപ്പോൾ ജോലി ചെയ്ത് 10 കാശൊക്കെ കാണുമ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രിമിത്രം പിടിച്ച ആൾക്കാരും അവൾ അങ്ങനെ നടന്ന കാശുണ്ടോ, ഇങ്ങനെ നടന്ന കാശുണ്ടോ, ഇങ്ങനെ പറയും. ഇത് ഒരിടത്തും നല്ല പൊതുവെ എല്ലാ നാട്ടിലും ഉള്ളതാണ്. ഇങ്ങനെ കുറേ വൃത്തികെട്ട കുറേ മനുഷ്യർ. അത് അവരുടെ സ്വഭാവമൊന്നും മാറത്തൊന്നുമില്ല. അവർ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോലെ അവരുടെ ആ സ്വഭാവം അത് അന്നേരം ആ മണ്ണിൻ്റെ അടിയിൽ അടിയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരെ തിരുത്താനൊന്നും ആർക്കും പറ്റത്തില്ല. അത് രേണുസുതിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവളാണ് മിടിക്കും. വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ അവൾ വളർന്ന് പന്തലിച്ച് ഗൾഫ് വരെ പോയി. ഈ പറയുന്ന നെഗറ്റീവ് ഇടുന്ന ആർക്കെങ്കിലും അതിൻ്റെ പുറകെ പോയി ആ നാടെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എങ്ങനെ നടന്ന രേണുസുതിയാണ്? ഇപ്പോൾ കാലുകൾ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നു, കൈകൾ ചെയ്യുന്നു, കണ്ടോ ഓരോരുത്തരും ചെയ്യുന്നത്. അവളെക്കാട്ടി സുന്ദരികളായ പെൺപിള്ളേർ ഇപ്പോൾ അവളെ പുറക്കെ നടന്നതൊക്കെ ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? പിന്നെ ഞാൻ രേണുസുതിക്ക് വേണ്ടി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എന്നെ കയറി ഉണ്ടാകാൻ വരണ്ട. മനസ്സിലായോ? 2-3 പേര് എന്നെ കയറിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നീ എന്ന് എന്ത് ചെയ്തു കൊടുക്കുക, അത് ചെയ്തുകൂടി, ഇത് ഓരോ യൂട്യൂബർമാർ ഓരോ വീഡിയോസിലിടുന്നത്. അവരെ കയറി അങ്ങ് ഉണ്ടാക്കാനായിട്ട് എന്നെ ഉണ്ടാക്കാൻ ആരും വരണ്ട. ഞാൻ ഇനിയും വീഡിയോസുകളിലിടും. ആരെങ്കിലും ഇനി ഉണ്ടാക്കാൻ വരുന്നിട്ട് അവിടെ കിടന്ന് ഉണ്ടാക്കത്തതേ ഉള്ളൂ. എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ ഇനിയും ഇടും. എന്തോ വല്ല ഉണ്ടാക്കാനുള്ളവർ അങ്ങ് ഉണ്ടാകും. ഇപ്പോഴും അതിന് ഞാനിട്ട വീഡിയോയ്ക്ക് എനിക്കും വരുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റുകൾ. എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഈ അസൂയയും കുശുമ്പിനും മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. മനസ്സിലായേ? ഈ അസൂയയും കുശുമ്പും കൊണ്ട് അടുക്കളയിൽ കിടന്ന് ചോറും കറിയും വെക്കാതെ പുറത്തോട്ടിറങ്ങി ജോലി ചെയ്ത് കാശുണ്ടാക്കണം. അതാണ് മിടുക്ക്. കയ്യെ ജോലി ചെയ്ത് കാശുണ്ടാക്കുമ്പോണ്ടല്ലേ ഈ സൂക്കേടെല്ലാം അങ്ങ് മാറും.
മനസ്സിലായ? ഇത് ആരെങ്കിലുമൊക്കെ ജോലിക്ക് 10 കാശുണ്ടാക്കുന്ന കാണുമ്പോൾ അവരെ മോശമായിട്ട് പറയാനും തിരുത്താനും ഇങ്ങനെ നടക്കുന്ന നേരത്തിൽ പോയി ജോലിക്കിറങ്ങി പോയിനടി. ചുമ്മാ നാട്ടുകാരെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് കുത്തിയിരിക്കാതെ. കുറച്ച് ദിവസമായി ഞാനും എൻ്റെ വീഡിയോസിലും കാണുന്നുണ്ട് കുറേ ന്യൂസ്. എനിക്ക് ഒരു പൊടി സമയമില്ല. രാവിലെ 8:30 എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ 6 മണിക്കാണ് വീട്ടിൽ വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഷോട്ട് ഇട്ടാണ് ഞാൻ പോകുന്നത്. കമൻറ്റുകൾ കേട്ട് സഹിക്കാതാണ് ഞാനിപ്പം ഈ ഇതുമായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഇടുന്നവന്മാരെ അങ്ങ് ഉണ്ടാക്കും എന്തുവാന്ന് വെച്ചാൽ. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഹായ്, ശരി, ഓക്കെ.